പ്രശാന്ത് സാർ നമസ്കാരം. ഇന്ത്യയിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ ഈ പുതിയ ജനസംഖ്യയുടെ കണക്കൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനഃക്രമീകരണം, അതായത് ലോക്സഭ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പുനഃക്രമീകരണം വരുന്നുണ്ട് എന്ന സൂചനകളാണ് കിട്ടുന്നത്. ഇപ്പോൾ നിലവിൽ ഇത്തരം മണ്ഡല പുനഃക്രമീകരണമൊക്കെ ലോക്സഭയൊക്കെ ഇടപെട്ടുകൊണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് തന്നെ 2 ടേമായിട്ട് 25 വർഷം വീതം മരവിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 2026 ആകുമ്പോഴേക്കും ആ ഒരു മരവിപ്പിക്കലിൻ്റെ കാലാവധി കഴിയുകയും ആ സമയത്തേക്ക് നമ്മുടെ ഒരു സെൻസസ് മാറി വരികയും അതുപോലെ തന്നെ പുതിയ സെൻസസിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യ കണക്കാക്കിക്കൊണ്ട് ഈ പറയുന്ന പോലെ മണ്ഡല പുനഃക്രമീകരണം നടത്തുകയും അങ്ങനെ മണ്ഡല പുനഃക്രമീകരണം നടത്തുമ്പോൾ ഏകദേശം 300ഓളം സീറ്റ് അധികമായി വർദ്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഗുണം ചെയ്യുക, അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ വികസനത്തിന് അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിന്, മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ജനാധിപത്യത്തിലെ പ്രാതിനിധ്യത്തിനൊക്കെ എത്തരത്തിൽ അത് ഗുണം ചെയ്യും? ആർക്കൊക്കെയാ ഗുണം ചെയ്യുക എന്നുള്ളതാണ് അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയാണല്ലോ അത് ആർക്കാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുന്നത്. ഇലക്ഷൻ വരുമ്പോഴേ അതിനെപ്പറ്റി അറിയാൻ പറ്റും. അപ്പൊ ഈ 2021 നടക്കേണ്ട സെൻസസ് ആയിരുന്നു, അത് നടത്തിയിട്ടില്ല. അപ്പൊ ഈ 2025 സെൻസസ് വീണ്ടും എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം 1973 31 ഭരണ ഭേദഗതി നിയമം അനുസരിച്ച് നമ്മുടെ മണ്ഡല പുനഃക്രമീകരണം നടത്തുന്നുണ്ട്. ജനസംഖ്യാനുപാതത്തിലാണ് മണ്ഡല പുനഃക്രമീകരണം എന്ന് പറയുന്നത്. ഇപ്പം ഒരു ലോക്സഭാ സീറ്റിനും ഒരു നിയമസഭാ സീറ്റിനും ഒക്കെ ഇത്ര ആള് വേണമെന്ന്. ഇപ്പൊ ഏതാണ്ട് ആദ്യം 7 ലക്ഷമായിരുന്നു, അതിനുശേഷം 8.5 ലക്ഷം ആക്കി. ഇപ്പം അത് 10 ലക്ഷത്തിലെങ്കിലും നിജപ്പെടുത്തണമെന്ന് ഇടയ്ക്ക് കോടതി ഏതോ ഒരു വിധിയിൽ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 10 ലക്ഷവുമല്ല 17 ലക്ഷവുമല്ല, UP-യിലൊക്കെ ചില സീറ്റുകൾ 30 ലക്ഷം വരെ വരുന്നുണ്ട്. അപ്പം ഈ ജനസംഖ്യാ അനുപാതത്തിൽ ഈ പറഞ്ഞതുപോലെ സെൻസസ് കഴിയുമ്പോൾ മണ്ഡല പുനഃക്രമീകരണത്തിന് അത് ഗുണമാകും. കാരണം അതിന് എത്ര ജനസംഖ്യ ഉണ്ടെന്ന് ഉള്ള കാര്യം ഉരുത്തിരിഞ്ഞ് വരികയാണല്ലോ. അപ്പം മണ്ഡല പുനഃക്രമീകരണം ഏതാണ്ട് 2026 ആകുമ്പോഴത്തേന് പാർത്ഥൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 1976 ഒരു 25 കൊല്ലത്തേക്ക് ഇത് മരവിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ആ 25 കൊല്ലം കഴിഞ്ഞപ്പോൾ 2001 25 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും മരവിപ്പിച്ചു. അത് 2025 ആകുമ്പോഴത്തേന്, അതായത് 26 ആകുമ്പോഴത്തേന് ഫ്രീ ആവും. അപ്പൊ പിന്നെ ആ മരവിപ്പിക്കൽ എന്നുള്ള പാർലമെന്റിൽ അല്ലെങ്കിൽ എടുത്ത തീരുമാനം ഫ്രീ ആവും. അപ്പൊ മണ്ഡല പുനഃക്രമീകരണം നടത്താം. അത് ലോക്സഭയിലും നടത്താം, നിയമസഭയിലും നടത്താം. അപ്പൊ അത്തരത്തിൽ മണ്ഡല പുനഃക്രമീകരണം നടത്തുന്ന ഒരവസ്ഥ വന്നാൽ ഈ പറയുന്ന പോലെ, കോടതി പറയുന്ന പോലെ, ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ 10 ലക്ഷം വോട്ടർമാർ മതി. ആ രീതിയിൽ മണ്ഡല പുനഃക്രമീകരണം നടത്താറ്. നേരത്തെ ആണെങ്കിൽ മണ്ഡല പുനഃക്രമീകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് 17 ലക്ഷം അല്ലെങ്കിൽ രീതിയിലൊക്കെ പുനഃക്രമീകരണം ഭാരതത്തിന് ഓർമ്മ കാണും. ചില മണ്ഡലങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച്. ലോക്സഭ മണ്ഡലങ്ങളുടെ ഈ പറയുന്ന ഇതുപോലെ അതിന്റെ ആകൃതി മാറിയത് കണ്ടില്ല. അപ്പൊ അത് അങ്ങനെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മണ്ഡലം കൂടിയില്ല, പുനഃക്രമീകരിച്ചായിരുന്നു. ഇപ്പം ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. ജനസംഖ്യ അനുപാതത്തിൽ മണ്ഡല പുനഃക്രമീകരണം വരും. മണ്ഡല പുനഃക്രമീകരണം വന്നു കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ വടക്കേ ഇന്ത്യയിൽ മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ വളരെ കൂടുതൽ സീറ്റുകൾ വർദ്ധിക്കാനാണ്. ഏകദേശം തെക്കേ ഇന്ത്യയിൽ ഇങ്ങോട്ട് നമ്മൾ കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ ഉള്ളിടത്ത് നേരത്തെ നമ്മൾ ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ ഒരു വിഷയം എന്ന് പരിശോധിച്ചപ്പോൾ കേരളത്തിൽ ശരിക്കും ഒരു സീറ്റ് ചിലവ് കുറഞ്ഞേക്കും. തമിഴ്നാട്ടിലും കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതേ രീതിയിൽ നിന്നാൽ പോലും ബാക്കി പറയുന്ന സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാളിലെ, UP-യിലെ, മഹാരാഷ്ട്രയിലെ, ബീഹാറിലെ, രാജസ്ഥാനിലെ, മധ്യപ്രദേശിലെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം, UP-യിലൊക്കെ തന്നെ ഇപ്പൊ 80 എന്നുള്ളത് 126 മുതൽ 143 സീറ്റ് വരെ വർദ്ധിക്കാമെന്നാണ് പറയുന്നത്. ബീഹാറിൽ ഏതാണ്ട് 25 സീറ്റോളം ഇപ്പോൾ ഉള്ളതെക്കാട്ടിൽ കൂടുതലായിട്ട് വർദ്ധിക്കും. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ 10 സീറ്റോളം കൂടുതൽ വർദ്ധിക്കും. രാജസ്ഥാനിലാണെങ്കിൽ ഏതാണ്ട് 19 സീറ്റ്, ഏകദേശ കണക്ക് നമ്മൾ പറയുന്നത്. അപ്പം ഹരിയാനയിലും എനിക്ക് തോന്നുന്നു വർധനവുണ്ടാവും. ഇപ്പൊ എല്ലാ പശ്ചിമ ബംഗാളിൽ അതുപോലെ 10 സീറ്റോളം വർധനവുണ്ടാവും. ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ പറയുന്നത് പോലെ ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനഃക്രമീകരണം നടത്തിയാൽ വളരെ കൂടുതലായിട്ട് സീറ്റുകൾ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇപ്പൊ സീറ്റുകൾ വർദ്ധിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ഈ മോദി എന്ന് പറയുന്ന ആൾ നമ്മൾ വിചാരിക്കുമ്പോൾ അയാൾ എന്തിന് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു വരുമ്പോഴത്തേന് പുള്ളിയെല്ലാം ചെയ്തു തീർക്കും. കാരണം പാർലമെന്റ് മണ്ഡലം പുള്ളി പണിഞ്ഞു തീർത്തു. പാർലമെന്റ് മണ്ഡലം പുള്ളി പണിഞ്ഞു തീർത്തു. ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ സീറ്റുകളുടെ എണ്ണം, ഒരു ലോക്സഭയിൽ കണ്ട് ഇപ്പൊ 545 ഉണ്ടെങ്കിൽ അദ്ദേഹം
88 സീറ്റോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യസഭയിലും അതിന് അനുസൃതമായിട്ട് സീറ്റ് വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം ആ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം ആ സീറ്റുകൾ ഫുള്ളാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള പിമാരെ ഇന്ത്യയിൽ നിന്നും ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാഹചര്യം 2026 ശേഷം ഉരുത്തിരിയും. അതായത് 2026 മണ്ഡല പുനർക്രമീകരണവുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ, എല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം ഇപ്പം പാർത്ഥൻ ചോദിച്ചു ആർക്ക് ഗുണമുണ്ടാകും. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു വിലയിരുത്തൽ നടത്തിയാൽ ഈ പറയുന്നത് പോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇങ്ങനെയാണ് ഈ പൊതുജനം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്ന് വരുമ്പോൾ വടക്കേ ഇന്ത്യ കൊണ്ട് മാത്രം BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഉരുത്തിരിയുന്നത്. അതായത് നമ്മൾക്കറിയാം വടക്കേ ഇന്ത്യയിൽ BJPയുടെ അപ്രമാദിത്വം, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനം, അതുപോലെ രാജസ്ഥാൻ, മറ്റ് അത് BJPക്ക് കുത്തകയുള്ള സംസ്ഥാനങ്ങൾ, ചിലയിടത്തൊക്കെ ക്ലീൻ സ്വീപ്പാന്നല്ലേ BJPക്ക്. അപ്പൊ മാത്രമല്ല 2024 BJPക്ക് ഒരു ചെറിയ പുറകോട്ട് നടത്തിയതിനു ശേഷം പിന്നെ BJPക്ക് നടന്ന നിയമസഭാ ഇലക്ഷനുകളും അല്ലെങ്കിൽ പല സർവേകളും ഒക്കെ ഇപ്പൊ പറയുന്നത് BJPയുടെ മുന്നേറ്റം ആർക്കും തടയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇന്ത്യയിലുടനീളം പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അസത്യ പ്രചരണങ്ങളായിരുന്നു ഇതുവരെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് മുസ്ലിങ്ങളുടെ ഒരു ഏകീകരണം അല്ലെങ്കിൽ OBC സാധാരണക്കാരൻ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ പരത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ തെറ്റിദ്ധാരണകൾ പരത്തുന്നത് ഒക്കെ ശരിയല്ല. യഥാർത്ഥത്തിൽ BJP ഗവൺമെന്റ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് അനുസൃതമായിട്ടുള്ള നിയമങ്ങളും അതിനനുസൃതമായിട്ടുള്ള പെൻഷൻ സംവിധാനങ്ങളും അല്ലെങ്കിൽ ജനകീയ പ്രവർത്തനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് ഇപ്പൊ ജനത്തിന് ബോധ്യമായി തുടങ്ങി. കാരണം ജനം ഈ പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിച്ച് പോകുന്ന ഒരു അവസ്ഥയില്ല. മാത്രമല്ല പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞതുപോലെ 2024 ശേഷം ഹരിയാന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ഡൽഹി തെരഞ്ഞെടുപ്പിലും ഒക്കെ അതിന്റെ വ്യക്തത വരുത്താൻ RSS സജീവമായിട്ട് നിന്നു കഴിഞ്ഞാൽ RSS ആഗ്രഹിക്കുന്നത് പോലെ 100 കൊല്ലം തികയുമ്പോൾ ഇന്ത്യ മഹാരാജ്യം മറ്റൊരു പാർട്ടിക്കും ഇനിയും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അതിനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധി BJPയുടെ ഏജന്റ് ആണ്. ഇപ്പം പാർത്തൻ ശ്രദ്ധിച്ചാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും പറഞ്ഞു ജാതി സെൻസസ് വേണം, ജാതി സെൻസസ് വേണം. ഈ പണിയാ കിട്ടാൻ പോകുന്നത്. അതായത് 8ന്റെ പണി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, 8ന്റെ പണി എന്ന് പറയുമ്പോൾ സെൻസസ് എടുക്കുമ്പോൾ ഇപ്പൊ ജാതി സെൻസസ് പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജാതി സെൻസസോട് കൂടിയാ സെൻസസ് എടുക്കുന്നത്. പിന്നെ ജാതി സെൻസസ് ജാതിയുടെ വിവരങ്ങൾ ഗവൺമെന്റ് പൊതുമധ്യത്തിൽ പുറത്ത് പരസ്യമായിട്ട് വിടണോ വേണ്ട എന്ന് മാത്രമേ ഗവൺമെന്റിന് തീരുമാനിക്കേണ്ടത്. അത് ഗവൺമെന്റിന്റെ വിവേചന അധികാരമാണ്. അതിനെ വിടാതിരിക്കുന്നതിന് വേണ്ടി അവർ കാരണങ്ങൾ പറയാം, വിടുന്നതിന് വേണ്ടി അവർ കാരണങ്ങൾ പറയാം. അപ്പൊ ഇപ്പം അയാളുടെ ഒരു മുദ്രാവാക്യം പ്രധാനപ്പെട്ട എലക്ഷൻ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ വളരെ കാലം കൊണ്ട് ഇവിടെ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യത്തിന് കൂടി ഈ പറയുന്ന പോലെ കൂച്ചുവലം കെടുന്നതിന് വേണ്ടിയാണ് അമിത്ഷാ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ജാതി സെൻസസ് കഴിയുമ്പോഴത്തേന് ജാതി സെൻസസ് അല്ലെ സെൻസസിന്റെ കണക്കെടുപ്പ് കഴിയുമ്പോഴത്തേന് ഇവിടെ എത്ര മുസ്ലിം ഉണ്ടെന്നും എത്ര ക്രിസ്ത്യാനി ഉണ്ടെന്നും OBC ഉണ്ടെന്നും അല്ലെങ്കിൽ എല്ലാ സമുദായവും എത്ര വീതം ഉണ്ടെന്ന് നമ്മളിപ്പോ വീട്ടിൽ നമ്മുടെ ഇത് എടുക്കാൻ വരുന്ന ആൾക്കാരെ നമ്മുടെ അടുത്ത് ചോദിക്കുമല്ലോ. കുട്ടികൾ എത്ര ഉണ്ട്, സ്ത്രീകൾ എത്ര ഉണ്ട്, പിന്നെ മാത്രമല്ല ജാതി അവർ നമ്മുടെ അടുത്ത് ചോദിക്കും. അറിയാൻ പറ്റാത്ത വീടുകളിൽ അവർ വ്യക്തത വരുത്തി പോകും. അപ്പൊ അതോടുകൂടി ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ആ മുദ്രാവാക്യവും അതും BJPക്ക് അനുകൂലമാകുന്ന ഒരു അവസ്ഥ വരും. പിന്നെ വേറെ മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന സമരമുറകളും ഒക്കെ കണ്ടെത്തേണ്ടി വരും. ഏതായാലും ഈ പറയുന്ന ഇന്ന് വരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് ഏതാണ്ട് പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ തീരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ അതനുസരിച്ച് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഈ പറയുന്ന വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ 880 സീറ്റ് 800 സീറ്റ് മറികടക്കാൻ സാധ്യതയുണ്ട് ലോക്സഭയില്. അതുപോലെ അല്ലെങ്കിൽ അതിന് താഴെ 700-800 ഇടയ്ക്ക് സീറ്റുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം കൃത്യമായ കണക്ക് പറയുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കില്ല. കാരണം എത്രത്തോളം
ജനസംഖ്യ ഉണ്ട്. 140 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വ്യക്തത വരുത്തി വരുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും ഇപ്പം നിൽക്കുന്ന 545-ൽ നിന്ന് വളരെ കൂടുതലായിട്ടുള്ള സീറ്റുകൾ വർദ്ധിക്കുകയും ആ സീറ്റ് വർധനയോടുകൂടി 2029 ശേഷം ഇപ്പോഴത്തെ പോക്കാണ് BJP പോകുന്നതെങ്കിൽ, പ്രതിപക്ഷം ഈ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ BJPയെ പിന്നെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് മാറ്റി സ്ഥാപിക്കാൻ പറ്റാത്ത ഒരു രീതിയിലെ കാര്യങ്ങളും. അതുപോലെ നിയമസഭ ഓരോ സംസ്ഥാനത്തിനകത്ത് 28 സംസ്ഥാനത്തിനകത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർക്രമീകരണം ഉണ്ടാകും. അത് മണ്ഡലങ്ങളുടെ പുനർക്രമീകരണവും അല്ലെങ്കിൽ നിയമസഭാ സീറ്റുകൾ വർദ്ധിക്കുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങളും. അപ്പം അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് BJPക്ക് അനുകൂലമാണ് പാർട്ടി ചോദിച്ചതിനുള്ള മറുപടിയാണ് ഈ വരുന്ന സെൻസസോടുകൂടി മണ്ഡല പുനർക്രമീകരണത്തോടുകൂടി ഈ വരാൻ പോകുന്നതെന്നാണ് നമ്മളുടെ ഒരു നിരീക്ഷണത്തിൽ പറയുവാൻ സാധിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഈ മണ്ഡല പുനഃക്രമീകരണത്തോടു കൂടി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അത് ഏത് തരത്തിൽ ആർക്കൊക്കെ ഗുണകരമാകും. എന്തായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ വരുമ്പോൾ അത് വളരെ കൃത്യമായി പുതിയ ആളുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അത് രൂപീകരിച്ചത് എന്ന് നമുക്കൊക്കെ മനസ്സിലായതാണ്. എന്ത് തന്നെയായാലും എന്താണ് ഇതുവഴി സംഭവിക്കാൻ പോകുന്നതെന്ന് സാർ പറഞ്ഞതുപോലെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.